ഹായ് ഓൾ, നമസ്കാരം. വരുണാണ്. കുറച്ചു കാലമായി ഞാൻ ഈ വഴിക്കൊക്കെ വന്നിട്ട്. അതായത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക് കിട്ടുമ്പോൾ വന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഡിലേ ആവുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഓഫീസിൽ സ്ട്രെസ് മാനേജ്മെന്റിനെ പറ്റിയിട്ട് ഒരു ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഹൗ ടു റെഡ്യൂസ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആസ്റ്റർ മെഡിസിറ്റിയിലുള്ള ഒരാൾ വന്നിട്ട്, ഒരു സൈക്കോളജിസ്റ്റ് വന്നിട്ട് കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞു. ആക്ച്വലി കോർപ്പറേറ്റ് എംപ്ലോയീസിനും അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിൽ കിട്ടിയ ചില പോയിന്റ്സ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഈ വീഡിയോൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. എന്താണ് സ്ട്രെസ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എന്താ പറയുക, ജോലി തിരക്ക് കാരണം അല്ലെങ്കിൽ ജീവിതത്തിലുള്ള ബാക്കി ടെൻഷൻ കാരണമൊക്കെ നമുക്കൊരു ഒരു ഒരു ഇറിറ്റേഷൻ അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ഹെഡ് വെയിറ്റ് പോലത്തെ ഒരു സംഭവം തോന്നുന്നു, മനസ്സിനൊരു സുഖമില്ല, സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവുന്നു, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, അതായത് വിശക്കുന്നില്ലാത്തൊരവസ്ഥ വരുന്നു. ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അത് നമ്മുടെ ഫിസിക്കലി മെന്റലി ഒക്കെ തന്നെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അതിനാണ് നമ്മൾ പൊതുവെ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രെസ് വരുന്ന സമയത്ത് നോർമലി നമുക്ക് ഒന്നിനൊരു മൂഡ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഭയങ്കര ഒരു ടെൻഷൻ പോലെ തോന്നും. ചിലപ്പോൾ സ്വെറ്റിംഗ് ഉണ്ടാവും, ആൾക്കാർക്ക് വേർത്ത് ഇതാവും. കാര്യങ്ങളൊന്നും ചെയ്യാനൊരു മൂഡില്ലാത്തത് കൊണ്ട് നമ്മളത് മാറ്റി വെക്കും നാളത്തേക്ക്. മൊത്തത്തിൽ ഒരു 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 സുഖമില്ലാത്തൊരു അവസ്ഥ. അത് കൂടി വന്നിട്ട് നമ്മളെ ഫിസിക്കലി നമ്മൾ തളർന്നു വീഴുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് സ്ട്രെസ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ സ്ട്രെസ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഇന്നത്തെ നമ്മുടെ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ജോലിപരമായിട്ടും അല്ലെങ്കിൽ ജീവിതത്തിലുള്ള ബാക്കി പ്രശ്നങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള സ്ട്രെസ് മനുഷ്യന്മാർക്ക് ഉണ്ടാവും. അത് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷെ ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ പ്രധാനമായിട്ട് ഇവർ പറയുന്നത് ബോഡി മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സ്ട്രെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വാക്കിന് പോവുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. ഓഫ് കോഴ്സ് ജിമ്മൊക്കെ നല്ലൊരു ഇതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് അത് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നതാണ് പറയുന്നത്. ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക, എന്നിട്ട് എക്സൈൽ ചെയ്യുക, അങ്ങനത്തെ ആ ഒരു പരിപാടി. അപ്പം അത് ചെയ്യാന്നാണ് പറയുന്നത്. പിന്നെ അതിൽ അവർ കാണിച്ചൊരു ടെക്നിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് നമ്മൾ കണ്ണടച്ചിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന പോലെ കണ്ണടച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം വിഷ്വലൈസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബീച്ചാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കണ്ണടച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ബീച്ച്, ആ ബീച്ചിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുന്നു, അവിടുത്തെ തിരമാലകൾ വന്നിട്ട് നമ്മുടെ കാലിൽ ഇങ്ങനെ തട്ടുന്നു, നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്, അവരോട് നമ്മൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ബീച്ചിൽ നിന്ന് നമ്മൾ കപ്പലണ്ടി വാങ്ങിച്ച് കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വിഷ്വൽ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുക മനസ്സിൽ കണ്ണടച്ചിട്ട്. അത് കുറേ നേരം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് ഭയങ്കരമായൊരു റിലാക്സേഷൻ അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. ആക്ച്വലി ഈ സാധനം നമ്മൾ ട്രൈ ചെയ്ത് നോക്കി, അത് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അവർ തന്നെ അത് ചെയ്ത് കാണിച്ചപ്പോൾ നമ്മളിപ്പോൾ ഈ സ്മാർട്ട് വാച്ചിലൊക്കെ സ്ട്രെസ് മെഷർ ചെയ്യാനുള്ള ടൂളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും അതിന് മുമ്പും തമ്മിലുള്ള ആ ഒരു സ്ട്രെസ് ലെവൽ കാണിക്കുന്നതിലൊക്കെ ഡിഫറൻസ് ഒക്കെ കണ്ടു. അപ്പോൾ എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി. നിങ്ങളും വേണമെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്താണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ എന്താ, നമ്മൾ ഈ പറഞ്ഞ പോലെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക, കുറച്ചും കൂടി എന്താ പറയുക, ഈ യോഗ പോലത്തെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുക, അതൊക്കെ തന്നെയാണ് മെയിനായിട്ട് അവർ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ലൈഫിൽ കൂടുതൽ പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇനിയും വരാം. കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.